നല്ല ആശയമുള്ള യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്നും അവരെ നാടിന്റെ വിഭവശേഷിയായി വിനിയോഗിക്കാൻ സാധിക്കണമെന്നും കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ നടന്ന സ്കൈലബ് കോൺക്ലേവ് 2024 ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വത്തിന് കേരളത്തിന് നല്ല സാധ്യതയുണ്ട്. എന്നാൽ വ്യവസായ രംഗത്തെയും സംരംഭക രംഗത്തെയും മോശം മാത്രമേ പലരും കാണുകയുള്ളൂ. നല്ല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ലെന്നത് സങ്കടകരമായ കാര്യമാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. യുവാക്കൾ നല്ല ആശയമുള്ളവരാണ്. കേരളത്തിൽ നിന്ന് നല്ല സ്റ്റാർട്ടപ്പുകൾ ഉയർന്നുവരികയാണ്. 20 വർഷം കഴിയുമ്പോഴേക്കും മാനവ വിഭവശേഷിയും സാധ്യതയും വെച്ച് വൻ മുന്നേറ്റത്തിലേക്ക് നമ്മുടെ നാട് മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടാറ്റ എലക്സിയുടെ 60% വർക്ക് ഫോഴ്സ് ഇപ്പോൾ കേരളത്തിലാണ്. IBMന്റെ പ്രത്യേകത അവർ പറഞ്ഞു, റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. 200 പേർ നേരത്തെ നമ്മൾ അങ്ങോട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നു. അതിലൊരു 16 പേർ അമേരിക്കയിൽ നിന്നാണ്, ബാക്കി കേരള പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. എന്തുകൊണ്ട് ഇവർ ഇത്രയും വർദ്ധിക്കാൻ കഴിഞ്ഞു? അവർ ഫാസ്റ്റ് ഗ്രോവിംഗ് സെന്റർ ഓഫ് IBM എന്ന് പറഞ്ഞു കൊച്ചി. അതിന് കാരണം 2 പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരത്തിൽ 1 വർഷത്തിനുള്ളിൽ ഈ സെന്ററിൽ നിന്നുണ്ടായി. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നഗരസഭാ ചെയർമാൻ P ഷാജി, ഹരികിഷോർ IAS, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.